EV വണ്ടി ഉപയോഗിക്കുമ്പോൾ ചൂടുവെള്ളത്ത് കുളിക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ EV വണ്ടി ഉപയോഗിക്കുമ്പോൾ ഇന്നത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, കമന്റുകളിൽ വരുന്നുണ്ട് EV വണ്ടി എടുക്കാതിരുന്നാ പോരെ എന്നൊക്കെ. സത്യത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഒരു കറക്റ്റ് പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ EV വണ്ടി എന്തുകൊണ്ടും ലാഭം തന്നെയാണ്. കേരളത്തിൽ പലയിടങ്ങളിലും അതിശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ പല ജില്ലകളിലും റെഡ് അലേർട്ടാണ്. അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ EV കാർ ഉപയോഗിക്കുമ്പോൾ, EV വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്താ വെച്ചാൽ വെള്ളക്കെട്ടുകളിൽ, അതായത് ആഴത്തിലുള്ള വെള്ളക്കെട്ടുകളിൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതായത് EV ബാറ്ററികൾ വാട്ടർ പ്രൂഫ് പ്രൊട്ടക്ഷൻ ഉള്ളതാണെങ്കിലും അമിതമായ വെള്ളക്കെട്ടുകളിൽ, അതായത് വലിയ വെള്ളക്കെട്ടുകളിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇലക്ട്രിക്കൽ പാർട്ട്, അതായത് ഇതിന്റെ മോട്ടോഴ്സ്, അതേപോലെ സെൻസേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നനയുന്നത് ഓവർ സ്പീഡിൽ നമ്മളൊരു വെള്ളക്കെട്ടിലൂടെ പോകുന്ന സമയത്ത് വെള്ളം അടിച്ചു കയറിയിട്ട്, അതായത് വെള്ളം വാഹനത്തിന്റെ താഴ്ഭാഗത്തുകൂടെ അടിച്ചു കയറി അത് സെൻസേഴ്സ്, അതേപോലുള്ള മോട്ടോർ, കൺട്രോളർ, ഇതിലേക്കൊക്കെ വെള്ളം എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ചാർജിങ് സോക്കറ്റ് നനഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ചാർജ് ചെയ്യരുത്. കൂടാതെ ഈ സമയത്ത് എക്സ്റ്റൻഷൻസ്, അതായത് നമ്മൾ എക്സ്റ്റൻഷൻ കേബിളൊക്കെ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാറുണ്ട്. മഴയത്ത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്.